ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ പുലരിയിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവവചനം പരമാധികാരി എന്നുള്ള വിഷയമാണ്. അതിനനുബന്ധമായി തന്നിരിക്കുന്ന കുറിവാക്യം 1 ശമൂവേൽ 15:22. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പ്രിയജനമേ, ഇതിനനുബന്ധമായ സംഭവം നമുക്കറിയാം. 1 ശമൂവേൽ 15-ാം അധ്യായത്തിലാണ്. അവിടെ ശൗൽ രാജാവിനെ ശമൂവേൽ വിളിച്ചിട്ട് പറയുകയാണ് 1-ാം വാക്യത്തിൽ. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, യഹോവ നിന്നെ ഈ ജനമായ ഇസ്രായേലിനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങൾ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമലൂക്യർ അവരെ ആക്രമിച്ച് അവരോട് ചെയ്തത് ഞാൻ ഓർത്തിരിക്കുന്നു. വചനമേ, നമുക്കറിയാം ഈ ശൗല് ഒരു സാധാരണക്കാരനായിരുന്നു. അവൻ കഴുതി അന്വേഷിച്ച് ചെന്നപ്പോൾ അവന് രാജകീയ അഭിഷേകം ലഭിച്ചു. അവൻ ഇസ്രായേൽ ദേശത്തിന്റെ ആദ്യത്തെ രാജാവായി മാറി. അവൻ അഭിഷേകം ചെയ്തത് ഈ ശമൂവേൽ പ്രവാചകനാണ്. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറയുകയാണ്, ദൈവം പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ജനം കാനാനിലേക്ക് പോകുന്ന വഴിക്ക് അമലൂക്യർ അവരെ ആക്രമിച്ചു പോലും. അതുകൊണ്ട് അത് ദൈവം മനസ്സിൽ കരുതിയിരുന്നു, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ദൈവത്തിന്റെ ജനത്തെ ആര് ഉപദ്രവിച്ചാലും ദൈവം അവർക്ക് പകരം കൊടുക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രതികാരം യഹോവയ്ക്കുള്ളത്, അവൾ യുദ്ധം യഹോവയ്ക്കുള്ളത്. ദൈവത്തിന്റെ ജനത്തോട് അവർ യുദ്ധം ചെയ്തു, അവരെ ആക്രമിച്ചപ്പോൾ അനേക തലമുറകൾക്ക് ശേഷം അതേ ശൗൽ രാജാവായി മാറിയപ്പോൾ ആ ജനത്തെ തകർത്ത് കളയുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ട് ശമൂവേൽ പ്രവാചകനിലൂടെ ശൗലിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആകയാൽ നീ ചെന്ന് അമലൂക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളയുക. അവരോട് കനിവ് തോന്നരുത്. അതുപോലെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും സംഹരിച്ചു കളയുക എന്ന ഒരു ശക്തമായ നിർദ്ദേശം നമ്മുടെ ശമൂവേൽ ശൗലിന് നൽകി. അങ്ങനെ ഇവര് അവിടെ കടന്നു പോകുന്നു. വലിയ ഏറെക്കുറെ 2 ലക്ഷത്തോളം കാലാൽപ്പട, വലിയൊരു പട്ടാളവുമായി സൈന്യവുമായി അവിടെ ചെല്ലുന്നു അവരെ ആക്രമിക്കുവാൻ. പക്ഷേ അതിനിടയ്ക്ക് വേറൊരു പ്രത്യേക കാര്യം, ഇവര് ഈ ഇസ്രായേൽ ജനത്തെ സഹായിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു. പിന്നെ ശൗൽ അമലൂക്യരുടെ പ്രധാന നഗരത്തിൽ ചെന്ന് താഴ്വരയിൽ പതിയിരുന്നു. എന്നാൽ ശൗൽ കേന്യർ എന്നൊരു കൂട്ടരുണ്ട് ആ പ്രദേശത്ത്. കേന്യരോട്, ഞാൻ നിങ്ങളെ അമലോക്യരോട് കൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുവിൻ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കോന്യർ അമലോക്യരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി. കണ്ടോ, ദൈവത്തിന്റെ ജനത്തോട് ദയ കാണിച്ചവരോട് ദൈവവും ദയ കാണിക്കുന്നു. നമുക്കറിയാം ഈ ഒറ്റുകാരെ യോശുവ അയച്ചപ്പോൾ റാഹാബ് എന്ന വേശ്യ എരിഹോ മതിലിൽ താമസിക്കുന്നവർ അവരെ ഒളിപ്പിച്ചു വെച്ചു, അവരെ അക്രമികൾ പിടിക്കാൻ വന്നപ്പോൾ. എന്നാൽ അതുകൊണ്ട് ആ എരിഹോ കോട്ട തകർക്കുന്നതിന് മുമ്പ് അവര് വീടിനെ തിരിച്ചറിഞ്ഞ് അവരുടെ വീട്ടുകാരെയും ദൈവം രക്ഷിച്ചതുപോലെ ഇവിടെ ദൈവത്തിന്റെ ജനത്തെ സഹായിച്ചതായ കോന്യരെ ദൈവം അത്ഭുതകരമായി ശൗലിലൂടെ വിടുവിക്കുകയാണ്. എന്നിട്ട് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. അമലൂക്യ രാജാവിനെ ജീവനോടെ പിടിച്ചു, ആഗാഗ് എന്നൊരു വ്യക്തിയെ. എന്നിട്ട് ഇവരിങ്ങനെ ആക്രമിച്ചു പോകുമ്പോൾ നല്ല തടിച്ചു കൊഴുത്ത മൃഗങ്ങളെയും ഒക്കെ ആട്, മാട് ഇതിനൊക്കെ കണ്ടപ്പോ ഇവരെന്ത് ചെയ്തു? വിശിഷ്ടമായതൊക്കെയും കുഞ്ഞാടുകളെയും ഉത്തമമായതിനൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായതൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. കണ്ടോ, അപ്പൊ നല്ലതൊക്കെ അവർ ശേഷിപ്പിച്ചിട്ട് ഹീനവും നിസ്സാരമായതിനൊക്കെയും അവര് നിർമൂലമാക്കി കളഞ്ഞു. എന്നിട്ട് ഈ ശമൂവേലിനെ എതിരിടുകയാണ്. ഞാൻ ഇങ്ങനെ പറയാം, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ, ഞാൻ യഹോവയുടെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു പറഞ്ഞ വലിയ സന്തോഷത്തോടെ എതിരേൽക്കുകയാണ്. അപ്പോൾ ഈ ആടുമാടുകളുടെ ഒച്ച ശമൂവേൽ കേട്ടിട്ട് ചോദിക്കുകയാണ്, നീ ഈ ആടുമാടുകളുടെ ഒച്ച എവിടെ നിന്ന് കേൾക്കുന്നു? അപ്പോൾ അവൻ പറയുകയാണ്, ശമൂവേൽ തുടർന്ന് പറഞ്ഞത് ഗൗരവമായ ഒരു കാര്യമാണ്.
യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് ഹോമയാങ്ങളും ഹനനയാങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. അവൻ പറയുകയാണ്, ജനങ്ങളുടെ എൻ്റെ കൂടെ വന്നവരുടെ സമർത്ഥത്താൽ മനുഷ്യരുടെ വാക്ക് ഞാൻ അനുസരിച്ച് ഞാൻ ഇതിന് മോഹിച്ചു പോയി, അതിനെ ഞാൻ കൊല്ലാതെ കുറെ എണ്ണത്തിന് ഞാൻ ശേഷിപ്പിച്ചു, എനിക്കായി എടുത്തു. അപ്പൊ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി അവിടെ ചെയ്തു. അപ്പോൾ മനുഷ്യരുടെ വാക്കുകൾ അനുസരിച്ച് എൻ്റെ മുമ്പേ പറഞ്ഞ കർത്താവിന്റെ ദാസനും ഓർപ്പിച്ചതുപോലെ മനുഷ്യരെക്കാൾ നാം ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലും ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. ഈ ലോകത്തെ എത്ര മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമേ. നമ്മൾ ഇന്ന് കാണുന്ന ഒന്നും നാളെ ഉണ്ടാകത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജോലിയായാലും വരുമാനമായാലും വീടുകളായാലും അതെ നമ്മുടെ പദവികളായാലും കസേരകളായാലും എല്ലാം നഷ്ടപ്പെടുവാനുള്ളതാണ്. എന്നാൽ പരമാധികാരം ദൈവവചനത്തിനാണ്, ദൈവത്തിനാണ്. അവനെ നാം അനുസരിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ നമ്മൾ ഒരു നാളും കൈവിടത്തില്ല. അവൻ നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഇതേ അധ്യായത്തിൽ പറയുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകുമെന്ന്. ഈ ശൗല ദൈവത്തിനെ അനുസരിക്കേണ്ടതിന് പകരം അവൻ സ്വാർത്ഥ ചിന്തനായി തീർന്നു. അതുകൊണ്ട് 10-ാം കൽപ്പനയാണ് അല്ലെ, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. അതെ, അവൻ മോഹിച്ചതുകൊണ്ട് നമുക്കറിയാം അവന്റെ ആ രാജസ്ഥാനം അവന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവനൊന്നുമില്ലാത്തവനായി തീർന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ പ്രിയ ദൈവജനം, ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നാം അനുസരിക്കണം. ദൈവം എന്ത് പറയുന്നോ ദൈവത്തിന്റെ വചനത്തിന് നാം പ്രാധാന്യം കൊടുക്കണം. അതേ, അപ്പോസ്തലന്മാര് നമുക്കറിയാം സവറും സാധാരണക്കാരും ദൈവം അവരെ അഭിഷേകിച്ചു. പത്രോസൊക്കെ പോകുന്ന വഴിയിൽ അവരുടെ നിഴൽ കൊള്ളുന്നവർ പോലും രോഗസൗഖ്യം പ്രാപിക്കുമായിരുന്നു. ഇങ്ങനെ അനേക രോഗസൗഖ്യം പ്രാപിച്ചപ്പോൾ നാട്ടുകാർക്ക് അസൂയുണ്ടായി. അവരെ പിടിച്ച് ജയിലിലിട്ടു. എന്നാൽ ദൈവം തന്റെ ദൂതനെ അയച്ച് ജയിലിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അവരോട് അമർച്ചയായി പറയുകയാണ്, നിങ്ങൾ ഈ വചനം യേശുവിനെ കുറിച്ചുള്ള കാര്യം പ്രസംഗിക്കരുത്. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ ദൈവത്തെക്കാൾ അല്ലെങ്കിൽ മനുഷ്യരെ വാക്കുകൾ അനുസരിക്കുന്നത് നീതിയോ എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ദൈവത്തിന്റെ ഹല്ലേലൂയ, ദൈവം നമ്മളെ എന്ത് ദൗത്യം ഏൽപ്പിച്ച ആ ദൗത്യം നാം ചെയ്യണം. എത്ര പ്രതികൂല സാഹചര്യം വന്നാലും എത്ര പ്രതികൂലം വന്നാൽ ആര് എതിർത്താലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആര് പ്രതികൂലമെന്ന് കർത്താവിന്റെ വചനത്തിൽ ചോദിക്കുന്നു. ഈ ഗോഡ് ബി വിത്ത് us, who can stand against us? അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മളോട് സംസാരിച്ചത് നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ഭൂലോകത്തിലൊക്കെയും സകല സൃഷ്ടിയോട് സുവിശേഷം പറയാനാണ് കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു പരിധി ദൈവം പറഞ്ഞിട്ടില്ല. സകല ജാതികളോടൊന്നാണ് പറഞ്ഞാക്കുന്നത്. അപ്പൊ നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ നാം മറ്റുള്ളവരോട് നമ്മൾ അനുഭവിച്ചതായ ആത്മീയ രക്ഷയും സന്തോഷവും നമ്മൾ അറിഞ്ഞ ഈ ആത്മീയ സത്യവും നമ്മൾ അറിയിച്ചില്ലെങ്കിൽ ആരറിയിക്കും? അതെ, എസ്തറിനോട് ഇങ്ങനെ മൊർദെഖായി ചോദിക്കുകയാണ്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദരുടെ രക്ഷ വേറൊരാളിൽ നിന്ന് വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ദൗത്യമാണ് ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ച വേല നാം വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളത്. ആകയാൽ ഹല്ലേലൂയ പ്രിയ ദൈവജനമേ, നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ വേലയിൽ നാം മുന്നേറാം.